നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിഗൽ. അങ്ങനെ നിഫ്റ്റി ഇന്ന് പുതിയ ഒരു ഫ്രഷ് ഹോൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നിഫ്റ്റി മാത്രമല്ല, സെൻസെക്സ് 1100 പോയിന്റിൻ്റെ മുകളിൽ റാലി രേഖപ്പെടുത്തി. ഏറെ നാളുകളായിട്ട് റാലി ചെയ്യാൻ മടി കാണിച്ച ബാങ്ക് നിഫ്റ്റിയും ഇന്ന് 2% റാലി രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ICICI ബാങ്കും HDFC ബാങ്കും എല്ലാം തന്നെ ഈ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ റാലിക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. BSE ലിസ്റ്റഡ് കമ്പനീസ് അല്ലെങ്കിൽ BSEയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് 4 ലക്ഷം കോടി കവിഞ്ഞു. ഓൾ ടുഗദർ BSEയുടെ മാർക്കറ്റ് ക്യാപ്പ് 420 ലക്ഷം കോടി രൂപ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ NSEയിൽ നിഫ്റ്റി 50യിൽ 50 കമ്പനീസിൽ 45 കമ്പനീസും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എല്ലാ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അദാനി സ്റ്റോക്കുകളും 10 അദാനി സ്റ്റോക്ക് കമ്പനീസും ഇന്ന് ഗെയിനിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്ന് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് M&Mഉം മാരുതിയും ടോപ്പ് ഗെയിനേഴ്സിൽ തന്നെയായിരുന്നു. L&T ഇന്ന് റാലി രേഖപ്പെടുത്തി. ഇന്ന് ഫോൾ ആയിട്ടുള്ളത് ലുപ്പിൻ, അവരുടെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഇൻസ്പെക്ഷൻ കാരണം ലുപ്പിൻ റെഡിൽ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ദീപക് നൈട്രേറ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ മാർജിൻ എല്ലാം തന്നെ കുറയുമെന്ന് കമ്പനി പറഞ്ഞതിനെ തുടർന്ന് ദീപക് നൈട്രേറ്റ് ഇന്ന് റെഡിൽ അടച്ചു. അതുപോലെ തന്നെ കുറച്ച് മെറ്റൽ സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി വേദാന്ത അല്ലെങ്കിൽ നാൽക്കോ തുടങ്ങിയ കമ്പനീസിൽ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പല സമയത്തും പരാതി പറയാറുണ്ട് ആളുകൾ, നിഫ്റ്റി റാലി ചെയ്തു എന്നാൽ എൻ്റെ സ്റ്റോക്കിൽ അല്ലെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വലിയ മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇന്ന് നിഫ്റ്റി 50യിൽ 50 കമ്പനീസും 45 കമ്പനീസും ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. നിഫ്റ്റി 23,000 തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പം നിൽക്കുകയാണ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എല്ലാം തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിക്ഷേപകർ വളരെയധികം സന്തോഷപരമായിട്ട് മാർക്കറ്റിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഇലക്ഷന് മുമ്പേ ഒരു ശക്തമായൊരു റാലി നമ്മുടെ PM-ഉം നമ്മുടെ ഹോം മിനിസ്റ്ററും പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഈ ഇലക്ഷന് ശേഷം റാലി രേഖപ്പെടുത്തും എന്നുള്ളത് ഇപ്പോൾ ഇലക്ഷന് മുമ്പേ തന്നെ റാലി രേഖപ്പെടുത്തി. അപ്പോൾ നമുക്ക് ഈ ഇൻഡെക്സിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിഫ്റ്റിയുടെ 21,800 എന്ന റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 1000 പോയിൻ്റൊക്കെ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 ദിവസത്തെ ട്രേഡിംഗ് ഡേ കൊണ്ട് ശക്തമായ രീതിയിൽ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ ആളുകളും ഹാപ്പിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിരോധാഭാസമായിട്ടുള്ളൊരു സംഗതി ഉള്ളത്, മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലേക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ് ചെയ്യുമ്പോൾ നിക്ഷേപകർ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് സങ്കടം പ്രകടിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഓപ്ഷൻ റൈറ്റേഴ്സാണ്. കാരണം ഓപ്ഷൻ റൈറ്റേഴ്സ് ഇത്ര വലിയ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അവർ ലോസ് ബുക്ക് ചെയ്യുന്ന വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു സംഗതി മേ ബി ഇന്നും സംഭവിച്ചിരിക്കാം. കാരണം നിഫ്റ്റിയുടെ എല്ലാം തന്നെ 23,000 കോൾ ഓപ്ഷൻ എല്ലാം തന്നെ പ്രീമിയം പറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ഡേ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ആദ്യം തന്നെ നമ്മുടെ സ്റ്റോക്കുകളെ നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള കൊളാട്രൽ മാർജിൻ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളെ ഓപ്ഷനിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നേട്ടം കൈവരിക്കും. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്ന് 369 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. സെൻസെക്സ് 1196 പോയിൻറ്റ്, നിഫ്റ്റി ബാങ്ക് 986 പോയിൻറ്റിൻ്റെ റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. 22,583 നിന്ന് കാണുന്നത് റോക്കറ്റ് പോലെയാണ്. നിഫ്റ്റി ഇങ്ങനെ പടിപടിയായിട്ട് കയറി 410 ആണ് ഇന്നത്തെ ലോയിൽ നിന്ന്, ഇൻട്രാഡേ ലോയിൽ നിന്ന് നിഫ്റ്റി റാലി രേഖപ്പെടുത്തി മുന്നേറിയിട്ടുള്ളത്. അദാനി എൻ്റർപ്രൈസസ് ഏകദേശം 8%, അപ്പോർട്ട് 5%, L&T 3.5%, M&M 3.5%, ആക്സിസ് ബാങ്ക് 3.5%. ഫോൾ ആയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന സൺഫാർമ, പവർ ഗ്രിഡ്, ഹിൻഡാൽകോ, കോൾ ഇന്ത്യ, NTPC തുടങ്ങിയ കമ്പനീസാണ്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ബിറ്റ്കോയിൻ 69,556. ഇപ്പോൾ ഇത്ര ശക്തമായിട്ട് ഇക്വിറ്റി മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ഗോൾഡ് സ്വാഭാവികമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണുള്ളത്. ഇന്ന് $12 ഗോൾഡ് ഇടിഞ്ഞു. $2,366 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 82.53 പെർ ബാരൽ. ഓസ്ട്രേലിയ, ചൈന, കൊറിയ റെഡിൽ അടച്ചപ്പോൾ നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.5% റാലി. ഡോ ഫ്യൂച്ചർ രാവിലെ നെഗറ്റീവായിരുന്നു എന്നാൽ തിരിച്ചു കയറി. ഇന്ത്യ വിക്സ് ഇന്നും ഫോളായി 21.38. അപ്പോൾ ബുൾസിന് ശക്തിയേകി ഇന്ത്യ വിക്സിൻ്റെ ഫോള്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്, എന്നാൽ ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഓവറോൾ ആയിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകളിലേക്ക് പോകാം. ഒരുപാട് സ്റ്റോക്കുകളുടെ ന്യൂസ് ഉണ്ട്. 1-2 നമ്മളിപ്പോൾ ന്യൂസ് ചെയ്ത സമയത്താണ് റിസൾട്ട് വന്നത്. എസ്പെഷ്യലി ഇൻഡിഗോയുടെ എല്ലാം തന്നെ റിസൾട്ട് നമുക്ക് നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത സമയത്താണ് ഇൻഡിഗോയുടെ റിസൾട്ടൊക്കെ വന്നിട്ടുള്ളത്.
അപ്പോൾ നമുക്കറിയാം മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ എല്ലാം തന്നെ ഒരു കൂട്ടത്തോടെയാണ് വരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സ്വിങ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കൊച്ചിയിൽ നമുക്ക് ഓഫ്ലൈനായിട്ടുണ്ട്. പിന്നെ ഏത് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യമുള്ളത് അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. അദാനി എൻ്റർപ്രൈസസ് ആദ്യമായിട്ട് ഇന്ന് 240 രൂപ പെർ ഷെയറിന് കൂടി 7.5 നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ 16 മാസത്തെ ഹൈ ആണ് ഇപ്പോൾ അദാനി എൻ്റർപ്രൈസസ്. 3377 രൂപയാണ് ഇന്നത്തെ ക്ലോസിംഗ് ഉള്ളത്. ഒരു സുപ്രധാനമായുള്ള ന്യൂസ് ഉള്ളത് സെൻസെക്സിലേക്ക് അദാനി എൻ്റർപ്രൈസസ് എൻ്റർ ആകും, വിപ്രോ ഔട്ടാകുമെന്നുള്ള ഒരു ന്യൂസും കാരണമാണ് അദാനി എൻ്റർപ്രൈസസിന് ശക്തമായിട്ടുള്ളൊരു റാലിക്ക് കാരണമായത്. ITC കമ്പനിയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഒരു 1.3% ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. 5020 കോടി രൂപ. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 7 രൂപ 50 പൈസ. സിഗരറ്റ് വോളിയം ഏകദേശം കൂടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ ഹോട്ടൽ ഇൻഡസ്ട്രീസിലുള്ള വോളിയം എല്ലാം തന്നെ കൂടിയിട്ടുണ്ട്. IPLലേക്ക് വരുമ്പോൾ നമ്മുടെ വിരാട് കോഹ്ലി ദമ്പതികളുടെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗോ ഡിജിറ്റൽ. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 5% ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. മുത്തൂറ്റ് ഫിനാൻസ് 24 രൂപ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡിവിഡൻഡ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂനോ മിൻഡ കമ്പനി റിസൾട്ട് വന്നു. ഇവർ 58% പ്രോഫിറ്റ് ഉയർത്തി. ഡിവിഡൻഡ് 1 രൂപ 35 പൈസ പ്രഖ്യാപിച്ചു. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനി ഡെലിവറി കമ്പനി ഇവർ ഷുഗർ കോസ്മെറ്റിക് കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി ഇവരുടെ ആദ്യമായിട്ട് ഇവർ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ള ന്യൂസാണ്. ഒരു സ്റ്റോക്ക് 10 സ്റ്റോക്കായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അരവിന്ദ് ഫാഷൻ കമ്പനി പ്രധാനമായിട്ടും അരവിന്ദ് ഫാഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലുള്ളൊരു കമ്പനിയാണ്. എന്നാൽ കമ്പനി സ്നീക്കേഴ്സ്, അതായത് ചപ്പലുകൾ, ഫാഷൻ ഷൂകൾ, ഇതിൻ്റെ ബിസിനസ്സിലേക്ക് കമ്പനി കടന്നു വരികയാണെന്നുള്ള ന്യൂസുണ്ട്. L&T ടെക്നോളജി ബാംഗ്ലൂരിൽ അവരുടെ ഒരു പുതിയ ഒരു ഒപ്റ്റിമിസ്റ്റ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൻറ്റർ അവർ ഓപ്പൺ ചെയ്തു. ഗബ്രയിൽ ഇന്ത്യ കമ്പനി പ്രോഫിറ്റ് 33 കോടി രൂപയിൽ നിന്ന് 52 കോടി രൂപയിലേക്ക് ഉയർത്തി. ഫിനോലെക്സ് കേബിൾ കമ്പനി 175 കോടി രൂപയിൽ നിന്ന് 186 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. യൂനോ മിൻഡ കമ്പനി 183 കോടി രൂപയിൽ നിന്ന് 300 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി കമ്പനി. കൂടാതെ തന്നെ 300 കോടി രൂപ മുടക്കി കമ്പനിയുടെ പ്ലാന്റ് നവീകരിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. കമ്പനി ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോൺകോഡ് ബയോടെക് കമ്പനി 93 നിന്ന് 97 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. SML ഇസൂസു കമ്പനി 26 കോടി രൂപയിൽ നിന്ന് 53 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. സ്റ്റീൽ സ്ട്രിപ്സ് വയേഴ്സ് കമ്പനി 47 ക്രോർസിൽ നിന്ന് 60 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. പേജ് ഇൻഡസ്ട്രീസ് കമ്പനി 78 കോടി രൂപയിൽ നിന്ന് 108 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. അതുമാത്രമല്ല കമ്പനി 120 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ കമ്പനി 41 കോടി രൂപയിൽ നിന്ന് 52 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് FISൻ്റെ ഡേറ്റ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ മേ ബി FIS എന്നൊരു ബൈയിങ് മോഡിലേക്ക് തിരിഞ്ഞിരിക്കാം. ഇന്നലെ FISൻ്റെ സെല്ലിങ് 3 ഡിജിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം ഒരു 700 കോടി രൂപക്ക് താഴെ. അതുമാത്രമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ 1800 കോടി രൂപക്ക് ബൈയിങ് നടത്തിയിരുന്നു. അപ്പോൾ മേ ബി FISന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു മേഖലയാണ് ഈ ഫിനാൻഷ്യൽ മേഖല. ഫിനാൻഷ്യൽ മേഖലയിൽ HDFC ബാങ്കാണ് സ്വാഭാവികമായ രീതിയിൽ കുറച്ചെങ്കിലും അതിൻ്റെ വാല്യുവേഷൻ അതല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറവുള്ളത്. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അവർ സെല്ല് ചെയ്ത് വാല്യുവേഷൻ കുറഞ്ഞ ചൈനീസ് മാർക്കറ്റിലായിരുന്നു FISൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇനി ഫർദറായിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എല്ലാം തന്നെ കുറവ് പ്രൈസുള്ള സ്റ്റോക്കിലാണ് FIS ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറ്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എല്ലാം തന്നെ അത് IT ആണെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അത് ഈ ഒരു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ IT ആണെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഫിനാൻഷ്യൽ കമ്പനിയാണ്. അപ്പോൾ HDFC എല്ലാം തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈ അല്ല, അത് ഏകദേശം ഒരു 1800 റേഞ്ചിലൊക്കെ HDFC ബാങ്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ ഇപ്പോൾ 1429 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ HDFC ബാങ്ക് ട്രേഡ് ചെയ്യുന്നത്. അതായത് 1800 നിന്ന് 15% ഇടിവിലാണ് HDFC ബാങ്ക് ട്രേഡ് ചെയ്യുന്നത്. HDFC ബാങ്ക് HDFCയും തമ്മിലുള്ള ലയനത്തിന് ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ
കമ്പനികളെ നമ്മൾ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഉള്ള കമ്പനിയാണ് HDFC ബാങ്ക്. അതും അതിൻ്റെ നിയർ ഹൈ ആയിട്ടുള്ള 1800 നിന്ന് 15% താഴ്ന്ന നിൽക്കുന്ന ഒരവസ്ഥയിലും, കൂടാതെ തന്നെ നിലവിൽ യൂറോപ്യൻ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഈവൻ നാസ്ഡാക്കും ഡോയും തന്നെ ഹയർ സ്റ്റോക്ക് വാല്യൂ എല്ലാം തന്നെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന NVIDIA എല്ലാം തന്നെ സ്റ്റോക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് അതൊക്കെ വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ ഡിസ്കസ് ചെയ്യാം. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. പുറത്തൊക്കെ പോകുമ്പോൾ ചപ്പലൊക്കെ ഉപയോഗിക്കുക. കാരണം ഒരുപാട് സാംക്രമിക രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. താങ്ക് യു.